ഈ കൊച്ചിയുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര തരുന്നൊരു മനസ്സിന്റെ ഒരു കുളിർമയുണ്ട്. ഓ, അത് വല്ലാത്തൊരു സുഖം തന്നെയാണ്. ഇപ്രാവശ്യം ആലപ്പുഴയിലേക്കാണ് നമ്മൾ യാത്ര തിരിച്ചേക്കുന്നത്. ആലപ്പുഴയിലേക്ക് ഒരു ടൂറിസ്റ്റ് ആയിട്ടല്ല, ആലപ്പുഴ ഗ്രാമങ്ങളിലും ആ കൃഷിയിടങ്ങളിലും എല്ലാം സഞ്ചരിച്ച് അവിടുത്തെ ആൾക്കാരുമായി സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് കൃഷിയെക്കുറിച്ചും മീൻപിടുത്തത്തെക്കുറിച്ചും നാട്ടിലെ ജീവിതത്തെക്കുറിച്ചും എല്ലാം അറിയണം. നാല് വെള്ളം പൊങ്ങി ഇറങ്ങിയതാ. ചേട്ടാ ഈ മുഖം ഇവിടെ വെള്ളം, ഇവിടെ മുട്ടറ്റം വെള്ളമായിരുന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മുട്ടറ്റം വെള്ളം. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനിപ്പോ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് പറയുന്നത്. ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ വള്ളിച്ചൂണ്ട എന്ന് പറയും, പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ആയിരച്ചൂണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ മുട്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പുറകിൽ കാണുന്നത് നല്ല നെൽപ്പാടങ്ങളാണ് കേട്ടോ. പക്ഷെ നെൽപ്പാടങ്ങൾ ഇപ്പോൾ വെള്ളം കയറി നല്ല ആമ്പല് പൂത്ത് നിൽക്കുന്ന സമയമാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു ആമ്പല് നമുക്കിവിടെ കാണാം. നമുക്ക് പറിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇദ്ദേഹമാണ് ശാന്തിയുടെ സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ശാന്തിയാണ് നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം കൊണ്ടുപോകാൻ പോണത്. ശാന്തി, അപ്പൊ ഇത് ശരിക്കും നെൽപ്പാടമാണോ? ഇത് നെൽപ്പാടമാണ്. ഇപ്പം കൃഷിക്ക് വേണ്ടി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആമ്പല് കൃഷി ചെയ്യണ പരിപാടി അത് ഓരോ വർഷം സീസൺ ആകുമ്പോഴത്തേക്കും കൊടുക്കുന്നത് വെള്ളം കയറ്റിയ സമയത്ത് വണ്ടിക്ക് വിഷമടിച്ച് കളയും. ഓ, അവിടെ വെള്ളം കാണുന്നുണ്ട്, ഇവിടെ ചുമന്നുണ്ട്. ആണല്ലേ? ഈ ശരിക്കും പറഞ്ഞാൽ ഇത് പറിച്ച് വിൽക്കണ പരിപാടി ഉണ്ടാവൂല്ലേ? ഉണ്ട്, പറിച്ച് വിൽക്കുന്നുണ്ട്. ആൾക്കാർ വന്ന് അമ്പലത്തിൽ ഉപയോഗിക്കുന്ന താമര അതൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോ കാണാം. ഈ ആമ്പല് പൂക്കളിൽ ഇപ്പൊ നമ്മളന്ന് തോവാള മാർക്കറ്റിൽ പോയ സമയത്ത് ആമ്പല് വിൽക്കുന്നുണ്ടായിരുന്നു. ഈ റോഡ് സൈഡില്ലേ, ജനശരിക്കും പോയില്ലേ, ആ സൈഡിൽ അവിടെ മൊത്തം പറിച്ച് കളഞ്ഞപ്പോ അവര് പറിച്ച് ബക്കറ്റിനകത്ത് വെച്ച് വിറ്റോണ്ടിരിക്കും. ഒരു പീസിന് 10 രൂപ വെച്ച് വിറ്റോണ്ടിരിക്കുവായിരുന്നു. ഇതിപ്പോ നമ്മൾ ഡെയിലി വൈകുന്നേരം വരും സമയങ്ങളിൽ ആൾക്കാർ നമ്മള് ഇവിടെ ഒത്തിരി ആൾക്കാർ വരും. അപ്പം അവര് ഈ കണക്ക് വള്ളത്തെ ഒന്ന് കൊണ്ടുവന്ന് പറിക്കുകയും വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തൈൻ്റെ കിഴങ്ങാണ് ഇതിൻ്റെ ആൾക്കാർ കൂടുതൽ കൊണ്ട്. അത് പഴയ ആൾക്കാർ നമ്മളത് കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്ന കപ്പ മരച്ചീനി ഇടുന്ന കണക്ക് പുഴുങ്ങി കഴിക്കാൻ വേണ്ടി ആൾക്കാർ കൊണ്ടുപോകായിരുന്നു. ഇപ്പം കൂടുതൽ ആൾക്കാർ കൊണ്ടുവന്നത് വീട്ടിൽ ഈ കുളത്തിലും ഈ കിണറ്റിലും ഒക്കെ ഇടാൻ വേണ്ടി ഭംഗിക്ക് കഴിഞ്ഞു. രജീഷിന്റെ ബ്രേക്ക്ഫാസ്റ്റ് 2 മുട്ടയും 1 കോഴിക്കട്ട. എന്താ സമയമല്ലേ? 2 മുട്ട 1 കോഴിക്കട്ട കേട്ടാ. ഇത് നോക്കാം, മുട്ടയുണ്ട് കോഴിക്കട്ടയുണ്ട്, 2 മുട്ട ഉണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ ഈ സ്പേസ് കിടന്നിട്ട്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടനാടിന്റെ അതിമനോഹരമായിട്ടുള്ള വരമ്പത്ത് കൂടിയുണ്ട്. ഞാൻ അങ്ങ് ദൂരെ നല്ല കുറെ കൊക്കുകൾ ഇങ്ങനെ വന്ന് നിൽപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. വഴി ഇത്തിരി ടാസ്ക്കാണ്. നമ്മൾ ഈ പ്രാവശ്യം ബുള്ളറ്റിന് വന്നേക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്തായാലും പുലി പിടിക്കൂല. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പുലി പിടിക്കൂല. ഇനി വേറെ എന്തെങ്കിലും പോലീസ് പിടിച്ചാലേ ഉള്ളൂ. കൊക്കിന് വേണമെങ്കിൽ നമുക്ക് പിടിക്കാം, നമ്മളെ പിടിക്കില്ല. പുലി പ്രശ്നമില്ല. ഈ കൃഷിയൊക്കെ ബേസിക്കലി ഇവിടെ നെല്ല് കൃഷികൾ വന്നുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ ആൾക്കാർ കൃഷി ഇട്ടുകൊണ്ടിരിക്കണാണ്. ഈ ഏരിയയിലൊന്നും കൃഷി ആയി തുടങ്ങിയിട്ടില്ല. നമ്മളൊരു കൃഷി ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വരവ് കൂടി വരുന്നുണ്ട്. അങ്ങ് അറ്റത്തെ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് അങ്ങ് ദൂരെ. എനിക്ക് പറഞ്ഞോട്ട് ശാന്തി പറഞ്ഞ പോലെ നമുക്ക് ഈ വെള്ളപ്പൊക്കത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പായസം കുടിച്ചിട്ട് പോകാം. അതെ, അടുത്ത പ്രാവശ്യം വെള്ളപ്പൊക്കത്തിന്. കാരണം അവർക്ക് ഒരു സന്തോഷമാണെന്ന് പറഞ്ഞത്. അതെ അതെ, അപ്പൊ അത് എൻജോയ് ചെയ്തിട്ട് പോണാലേക്കും ഭംഗി. ഇറങ്ങാലോ.
ചെളിയിൽ പൂണ്ട് താന്ന്. ഞാൻ നല്ല ചെളിയിൽ എടാ ഇവിടെ കംപ്ലീറ്റ് ചെളിയാട്ടോ. എന്തായാലും പ്രശ്നമാണ്, എന്തായാലും നമ്മൾ നോക്കണില്ല. കാല് ഫുള്ള് താന്ന്. ചെളി കഷ്ടപ്പെട്ടിട്ട് ചെളി കൂടെ ചവിട്ടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിന് മുമ്പ് അതിസാഹചര്യങ്ങളോട് കയറിയിട്ടില്ല. പിന്നെ ശ്രദ്ധിച്ചിട്ട് കയറണ്ട. ഇല്ല ഞാൻ കയറാനില്ല, ഒരാൾ കയറിയിരുന്നേ. രജീഷ് ഇതാ ട്രാക്ടർ ഓടിച്ച് കുഴാനുള്ള പരിപാടിയാണ്. ഒരു കൃഷിക്കാരൻ, ഒരു യഥാർത്ഥ കൃഷിക്കാരനെ പോലെ തോന്നുന്നല്ലേ? അതെ സെറ്റാട്ടോ. നമുക്ക് നമ്മൾ ഇതൊക്കെ അന്ന് എക്സ്പീരിയൻസ് ചെയ്യണ നല്ല കേട്ടോ. ശാന്തി ഈ ഇത് നെൽകൃഷി നടത്തുന്ന പാടങ്ങളാണ്. നമ്മൾ കാണുന്നതൊക്കെ ഇപ്പൊ നെൽകൃഷി നടത്തുന്ന പാടങ്ങളാണ് ഇപ്പോ. അതെ, അതിന്റെ ഒരുക്കത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നെല്ല് പാകാൻ വേണ്ടിയുള്ളൊരു ടൈം ആയിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ മീനുകളുണ്ട്. മീൻ കൃഷികൾ ഉണ്ടാകും അവിടെ. അപ്പൊ അല്ലാത്ത സമയങ്ങളിൽ മീൻ കയറണതാണ് കിട്ടിയെന്ന്. മീൻ അല്ലാത്ത സമയങ്ങളിലൊക്കെ കയറണോണ്ട് ഈ കുറേ എനിക്കോണ് കൊക്കുണ്ട്, പിന്നെ മറ്റേ എന്താണ് കറുത്ത നീർക്കാക്ക, ഈ സാധനങ്ങൾ എനിക്ക് കൃത്യമായിട്ട് പേരറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒക്കെ ശാന്തിനോട് ഞാൻ ചോദിക്കണേ. ഓടിക്കുന്ന ആൾക്കാർ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഓഫ് റോഡ്. അപ്പൊ നമ്മളപ്പോ നേരത്തെ കണ്ട ട്രാക്ടറിന് ഓടിക്കുന്ന ചേട്ടന്മാരാണ് ഇവിടെ കണ്ടേക്കണത്. അതിപ്പോ ഇതിപ്പോ മൊത്തം ഇത് ചെയ്യാൻ പോണേ. ഇത് നെല്ലിടാൻ വേണ്ടിയാണോ ചെയ്യണത്, അല്ലെങ്കിൽ നെല്ലിടാൻ വേണ്ടി കൂടുതലെടുക്കണേ? ഓക്കെ. ചേട്ടൻ്റെ പേര് പോരെ? ചേട്ടൻ അവിടെ ഒരാൾ കയറി വണ്ടിയിൽ, മറ്റേ ആള് അവിടെ ട്രാക്ടറിൽ കയറാൻ പോണ്. ഇവിടെ വെച്ച് മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടേണ്ട. ഇത് കാലത്തെ പിടിച്ചതാണോ? വാളെ വീട്ടിൽ നിന്ന് ഊണൊക്കെ ചോറും പാത്രത്തിൽ പാക്ക് ചെയ്ത് ഈ വണ്ടിയിലോട്ട് കയറി ജോലി തുടങ്ങിയാൽ പിന്നെ ജോലി തീരുന്നത് വരെ ഈ ട്രാക്ടറിന്റെ മുകളിലായിരിക്കണം. ഉച്ചയായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുക എന്നൊരു പരിപാടിയും കൂടി ഇല്ല. വണ്ടിയിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഇത് വീട്ടിലേക്ക് ഉച്ചക്ക് പോയി കഴിക്കണ പരിപാടി അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, വണ്ടിയിൽ ഇരുന്ന് തന്നെ, ഇത് തീരുന്നത് വരെ വണ്ടിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞതാണ്. ഈ ട്രാക്ടർ മൂവ് ചെയ്യണതിനനുസരിച്ച് അതിന്റെ അകത്തുനിന്ന് ചെറിയ ചെറിയ പുഴുക്കളും ചെറിയ 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 മീനുകളും എല്ലാം പുറത്തോട്ട് പൊങ്ങി പൊങ്ങി വരും. ഇതിനെ പിടിക്കാൻ വേണ്ടിയാണ് ഈ കൊക്കുകളെല്ലാം ഈ ട്രാക്ടറിന്റെ പുറകെ ഇങ്ങനെ പറക്കുന്നത്. പക്ഷെ ഈ ട്രാക്ടറിന്റെ പുറകെ കൊക്കുകൾ ഇങ്ങനെ പറക്കണത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ? നമ്മളെല്ലാം പലതരത്തിലെ മീൻ പിടിക്കുന്ന ടെക്നിക്കുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ട ഒരു ടെക്നിക്കാണ് ഈ ചെറുവള്ളത്തിൽ കായലിൽ പോയി വലിയ മീനെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു മത്സ്യത്തൊഴിലാളി വിഭാഗം. ഈ ചേട്ടനെ നോക്കി, ഈ പുള്ളി മീൻ പിടിക്കാൻ വേണ്ടി റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേപോലത്തെ കുറെ കുഞ്ഞു ചെറിയ ചെറിയ മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വള്ളം മേടിക്കാനും വല മേടിക്കാനും അതുപോലെ തന്നെ പൈസ ഒക്കെ ഇവിടുന്ന് ഗവൺമെന്റ് ഭാഗത്ത് മുനിസിപ്പാലിറ്റി നിന്നൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷെ മീൻ പിടിക്കുന്ന ടെക്നിക്കുകൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം കേട്ടോ. ചേട്ടാ, ഇതേ ഈ മീൻ പിടിക്കണ ഇത് കണ്ടിട്ട് ഞാൻ പറയാം, എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് പറയുന്നത്. ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ വള്ളിച്ചൂണ്ടെന്ന് പറയും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ആയിരം ചൂണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിടിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് 9 നമ്പർ ഹുക്കാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാധനം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട്
ഇത് കെട്ടാനുള്ള നൂലുണ്ട്. ആ സാധനമാണ് ഇതേണ്ട ഈ ചെറിയ നൂല് ആണല്ലോ. ഇതിലേക്ക് ഈ ഹുക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ റോപ്പ് മേടിച്ചിട്ട് അതിലേക്ക് ഇത് പിടിപ്പിക്കണം. അതിനൊരു നിശ്ചിത അകലമുണ്ട്. നിശ്ചിത അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയളവിന് ഒരു 3 മാർ അകലത്തിലാണ് ഓരോ ഹുക്കും കിടക്കുന്നത്. അപ്പം ഇത് പിടിക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എയിം ചെയ്യുന്നത് പറയുന്നത് ഒന്ന് വാളയാണ് മെയിനായിട്ട്. അപ്പൊ ഈ ഒരു കുറെ ചൂണ്ടകൾ ഇട്ടിട്ടാണല്ലോ, വല ഇട്ടിട്ടല്ലല്ലോ ഇത്? വലയല്ല, ചൂണ്ടയാണ്. കംപ്ലീറ്റ് ചൂണ്ടയാണ്. ഒരു കയറിനകത്ത് ഏകദേശം ഒരു 32 ചൂണ്ട ഓളം വരുന്നുണ്ട്. അത് നമ്മൾ പിന്നെ ഓരോ ആറിന്റെ പുഴയുടെ വീതി അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ സംഭവം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ബൈറ്റ്, ഇതിനുള്ള തീറ്റി പിടിക്കുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ പരൽ മീനുകളെയാണ് ഉപയോഗിക്കുന്നത്. കുഞ്ഞു മീനെ തന്നെയാണ്. കുഞ്ഞു മീൻ വെച്ചിട്ട് വലിയ മീനെ ടാർഗറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അത് പിടിക്കാനായിട്ട് ഇവിടെ നമ്മുടെ ഇവിടുത്തെ തോടുകളിൽ നിന്നൊക്കെയാണ്, പാടത്തു നിന്നൊക്കെയാണ് ഈ ചെറിയ പരൽ മീനുകളെ പിടിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പം ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് വന്നോളൂ. അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് പോകാനുള്ള തീറ്റി പിടിക്കുകയാണ്. അപ്പോൾ ഈ സംഭവത്തെ നമ്മളിത് ആറിന് കുറുകയാണ്, ക്രോസാണ് കിട്ടുന്നത്. പിന്നെ സൈഡിൽ കൂടി വെള്ളം പൊക്കമുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ സൈഡിൽ കൂടി കെട്ടാറുണ്ട്. ഇപ്പോഴത്തെ ഒരു ടൈമിൽ നമ്മൾ ആറിന് കുറുകെ വെള്ളത്തിനടിയിൽ കൂടിയാണ് ഇത് കെട്ടുന്നത്. ഇത് കൂട്ടമായിട്ടാണ് അല്ലെങ്കിൽ ഒറ്റക്ക് പോകുന്ന? ഇത് ഞങ്ങൾ ഇപ്പം 1-2 ആൾക്കാർ ഒന്നിച്ചാണ് പോകുന്നത്. കാരണം ഞങ്ങൾ പോകുന്നത് കുറച്ച് ദൂരെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ വള്ളത്തിൽ പോകുമ്പം ഈ എഞ്ചിനൊക്കെ വെച്ച് ഇത്ര ദൂരെ പോകുന്നിടത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വള്ളം ടക്ക് ചെയ്താണ്ടും വീട്ടിൽ വരാനുള്ള ഒരു ഇത് നോക്കിയാണ് പോകുന്നത്. ഇത് നമുക്കിപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞത് എവിടെ കൊണ്ടുപോയിട്ടാണ്? ഇത് നേരിട്ടാണ് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിലാണ്? ഇത് ഡയറക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് കൊടുക്കണം. അന്നും പകലും വർക്കായിരിക്കും വിൽക്കണത്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹോൾസെയിലായിട്ട് അവർ മേടിച്ചെടുക്കണം. നമ്മൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നത്തെ കാര്യം ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ നമുക്ക് ഒരു നിസ്സാരം കൊടുക്കുന്നു. പക്ഷേങ്കിൽ സംഭവം ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. ചെറിയൊരു വർക്കാണ് ഇതിപ്പോൾ. രാവിലെ ഇന്നിപ്പോൾ പകൽ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കെട്ടിയ റോപ്പും കാര്യങ്ങളൊക്കെ ചൂണ്ടേക്കാണ്. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ചെയ്യുന്നവർക്ക് ഇതെല്ലാം മാടി കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ഈ തീറ്റി പിടിച്ചിട്ട് ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ 2:30-3 മണിക്ക് നമ്മൾ ഇവിടുന്ന് പോകും. നമ്മുടെ ആരും പറഞ്ഞില്ല പോള കാക്കപ്പുളം പറഞ്ഞില്ലേ, അതിന്റെ പൂ അതിരിക്കുന്നത്. ഇതല്ലേ അതിന്റെ ആ പോളാണ്. ശാന്തി, ഈ കൃഷി ഇവിടെ നെൽപ്പാടങ്ങൾ പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? നെല്ല് പാട്ടത്തിനെടുക്കുക എന്ന് പറഞ്ഞാൽ നെൽപ്പാടങ്ങള് കൃഷിയിടങ്ങൾ നമ്മൾ ഞാൻ കണ്ടുവന്നേക്കെന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ടാൽ പറ്റാതെ വരുന്ന സമയങ്ങളിൽ നമ്മൾ വേറൊരാളെ ആശ്രയിക്കുക എന്ന് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞാണ്. എന്നെ കൊണ്ട് ഇപ്പോൾ ഒരു 10 ഏക്കർ അല്ല 2 ഏക്കർ 3 ഏക്കർ ഞാൻ നോക്കിയാൽ എന്നെ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടത്തില്ല. പുറത്തുള്ള ആൾക്കാരല്ല, നമ്മുടെ അയലൊക്കെക്കാരും നാട്ടുകാരും തന്നെ അവർക്ക് ഇത്ര വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കും, ഇത്ര വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കും. ആ പാട്ടത്തിന് കൊടുക്കുക പറഞ്ഞാൽ ചിലപ്പം പാട്ടത്തിന് എടുക്കുന്ന ആൾക്ക് ലാഭമാകാം, ചിലപ്പോൾ നഷ്ടമാകാം. നഷ്ടം വരാൻ കാരണമില്ല, കാരണം നമ്മൾ സർക്കാരിൽ നിന്ന് കേരള ഗവൺമെൻറ്റിൽ നിന്ന് സബ്സിഡിയും കാര്യങ്ങളുള്ളതുകൊണ്ട് വലിയ നാശനഷ്ടം വന്നാലും നമുക്ക് കാശ് കിട്ടും. ഡിലേ അടിക്കും. ഇച്ചിരി സർക്കാരിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ. ബില്ല് മാറാൻ തൂക്കമില്ല, നേരത്തെ കൊയ്തിട്ട് ഉണക്കില്ലാതെ അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാട്ടത്തിനെടുക്കുന്നവർക്ക് ഈ വർഷം ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചതിനെക്കാട്ടും താഴ്ന്ന രീതിയിലായിരിക്കും നെല്ലിന് താങ്ങുവില എന്ന് പറയുന്നൊരു വഴിയുണ്ട് സർക്കാരിൻ്റെ. ചിലപ്പോൾ അത് നമുക്ക് ലാഭമായിരിക്കാം, നഷ്ടമായിരിക്കാം. അത് നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്നതാണെങ്കിൽ എഗ്രിമെൻ്റ് ചിലപ്പം
നമ്മൾ മുതലാളിയോട് ഇത്ര ഞങ്ങൾ 5 വർഷത്തേക്ക് ഇത്ര രൂപയ്ക്ക് പാട്ടത്തിന് പിടിക്കുക. അപ്പോൾ പുള്ളിക്ക് ഇത്ര രൂപ നമ്മൾ വാടക കൊടുക്കുക. നമ്മൾ ഈ വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും മുൻകൂർ 3 മാസത്തെ അടവ് കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പാണ്. അപ്പം അതിനകത്ത് മുതലാളിമാർക്ക് ലാഭമുണ്ട്, അവർക്കും ഉണ്ട് നഷ്ടം. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പാട്ടത്തിനെടുക്കുന്നവർക്കാണ് ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ പെട്ടുപോകുന്നതൊക്കെ ഈ പാട്ടത്തിനെടുക്കുന്നവരാണ്. എല്ലാ വർഷമുള്ള വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇവിടെയുള്ള വീടുകൾക്ക് എന്തോരം വെള്ളം കയറും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ ഒരു 90% എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വീടുകളിൽ ജനൽപ്പറ്റം വെള്ളമായിരുന്നു. എല്ലാ വർഷവും കയറുന്ന പ്രളയമാണ് ജലപ്പറ്റം. 2018 പ്രളയം. പക്ഷെ എല്ലാ വർഷവും പിന്നെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കയറി ഇറങ്ങിപ്പോകും. അത് ഒരു 50% വീടുകളിൽ വെള്ളം കയറാറുണ്ട്. സാധാരണപ്പെട്ടവൻ്റെ ഒക്കെ വീടുകളിൽ വെള്ളം കയറാറുണ്ട്. വീട് താന്നായിരിക്കുന്ന പഴയ വീടുകളൊക്കെ അല്ലേ. പിന്നെ ഇപ്പം പുതുതായിട്ട് വെക്കുന്ന വീടുകളൊക്കെ ഉള്ളു ഉയർത്തി വെച്ച് ഒക്കെ പോകും. ഇപ്പൊ പുതിയ വീടുകളൊക്കെ ഉയർത്തി വെക്കുക. വീട് പൊക്കുന്നുണ്ട്. ഈ വെള്ളം കയറുന്നതുകൊണ്ട് വലിയ വീടൊക്കെ പഴയ കാലത്ത് വെച്ച വീടൊക്കെ ഇപ്പം പൊക്കുക. അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ അതിലൊക്കെ ഒത്തിരി വീട് പൊക്കുന്നുണ്ട്. വെള്ളത്തിന് അവർ വെള്ളം കയറി കഴിഞ്ഞ വർഷത്തെ വെള്ളവും അവരുടെ വീടിനകത്ത് അവർ പൊക്കുക. ഇവിടെ ഗവൺമെന്റ് ഇപ്പൊ വെള്ളപ്പൊക്കം വന്ന സമയത്തും 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ എത്രത്തോളം ഈ ആൾക്കാരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ സർവൈവ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് സഹായിച്ചതാണ് ഞാൻ സൂചിപ്പിച്ചത്. വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് വെക്കാനുള്ള അനുമതി കൊടുത്ത് വീട് വെച്ചു കൊടുത്ത്, അതുകൂടാതെ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി ഒരുപാട് വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലാണ്. അല്ല, നിങ്ങളുടെ ഈ ഏരിയയിൽ വരുന്നത് ഞങ്ങളുടെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ലൈഫിന്റെ വീടൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ വീടുകൾ ഒരുപാട് പേർക്ക് അനുവദിച്ചിട്ടുണ്ട്, വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം പൂർത്തീകരിച്ച വീടുകൾ. ഇപ്പൊ വെക്കുന്ന വീടുകളൊക്കെ ഈ പില്ലറിട്ട് പൊക്കിയിട്ട് വെച്ചാണോ വെച്ചു കൊടുക്കുന്നത്? സാധാരണ രീതി അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ആ വെള്ളത്തെ അതിജീവിക്കുന്ന ആ പൊക്കത്തിൽ ആണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു അഭിപ്രായ വ്യത്യാസം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ഒന്നും പോലും വെക്കാനുള്ള അതെല്ലാ സാധനവും ഇതുപോലെ വരണം. വന്ന് ഇപ്പം വീട് പൊക്കുവാന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ ഇപ്പം എൻ്റെ പൊക്കമെങ്കിലും ഉയരണം. കുട്ടനാട്ടിലെ ഒരു മീൻ പിടിക്കുന്ന ഉപകരണമാണ് ഫിഷ് ട്രാപ്പ് എന്ന് പറയും. ഇപ്പം പുതിയതായിട്ട് പിള്ളേർ ഫിഷ് ട്രാപ്പ് ഞങ്ങൾ കൂടെന്ന് പറയും. മീൻകൂട് പ്രത്യേകിച്ച് ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക, ഇങ്ങനെ രാത്ത് വെക്കുക. ഇതിന്റെ ഉള്ളിലൂടെ മീൻ കയറി കഴിഞ്ഞാൽ അകത്ത് ഈ കൂടുതൽ നാക്കെന്ന് പറയും. നാക്കിനകത്തൂടെ മീൻ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മീൻ പോകുന്ന പറഞ്ഞാൽ വെള്ളത്തിന് അടിയിൽ കൂടെ മീൻ പോകത്തുള്ളൂ. അതായത് ഇങ്ങനെ ഇതിന്റെ അകത്തോട്ട് മീൻ കടന്ന് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ഇതും ആൾതാമസമൊന്നും ഇല്ലാത്ത വീടാണ്. ഇത് നല്ലൊരു ഭംഗിയുള്ള വീടാണ്. എനിക്ക് ഇങ്ങനത്തെ വീടുകളാണ് മിക്കതും മുങ്ങി, അല്ലെങ്കിൽ എല്ലാ പ്രളയകാലത്തും മുങ്ങിപ്പോകുന്നത്. ഇതാ കറണ്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ കറണ്ട് ബില്ല് എത്ര? 2410 രൂപ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. ആൾതാമസമില്ലാത്ത വീട്ടിന് 2410 രൂപ കറണ്ട് ബില്ല്. ശാന്തിയുടെ വാക്കുകൾ ആലപ്പുഴയെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്നത് തന്നെയായിരുന്നു. എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഞാൻ കരുതുന്നത് ഒരുപക്ഷെ അവർക്ക് അത്രത്തോളം ദുരിതമുണ്ടാവുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ശാന്തിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷത്തെയും വെള്ളപ്പൊക്കം ജാതി മത മന്യേ എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. അതിൽ ചില സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരൊക്കെ അല്ല വലിയ വലിയ പില്ലറൊക്കെ ഇട്ട് വീടുകൾ വെച്ച് മാറുകയൊക്കെ ചെയ്തെങ്കിലും ഇപ്പോഴും എല്ലാ വർഷവും ക്രിസ്മസും ഓണവും അല്ലെങ്കിൽ ഓരോ പെരുന്നാളുകളും വരുന്നത് പോലെ, ഓരോ ആഘോഷങ്ങളും വരുന്നത് പോലെ
ഈ വെള്ളപ്പൊക്കവും അവരെല്ലാരും കൂടി കൂടിച്ചേർന്ന് ആഘോഷിക്കും. ശാന്തിയുടെ വാക്കുകളിൽ അതിന്റെ വൈകാരികമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ശാന്തി പറയുന്നത് പോലെ ആ സമയത്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ ഞങ്ങള് സ്കൂളുകളിലേക്കൊക്കെ ഞങ്ങൾ കൂട്ടമായിട്ട് വരാം. അവിടെ തന്നെ ഞങ്ങൾ എല്ലാരും കൂടി നിന്ന് പായസമൊക്കെ വെച്ച് ആഘോഷിച്ച് എല്ലാരും കൂടി സ്വറകളൊക്കെ പറഞ്ഞ് തീരും. അങ്ങനെ ആ വെള്ളപ്പൊക്കം തീരുമ്പോൾ ആ വർഷത്തെ ഒരു എന്താ പറയാ കൂട്ടായ്മയുടെ ആഘോഷം തീരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പക്ഷേ ആലപ്പുഴയുടെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ആലപ്പുഴയുടെ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ എല്ലാ വർഷവും വരുന്ന വെള്ളപ്പൊക്കം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.